മൈലാഞ്ചി ഇടുന്നത് സഹോദരങ്ങളെ താടിക്കും തലക്കുമാണ് സുന്നത്ത്. അതേ സമയത്ത് കയ്യിനും കാലിനും പുരുഷൻ മൈലാഞ്ചി ഇടാൻ പറ്റുമോ? അനാചാരമാണ്. ഇന്നെന്റെ കല്യാണമല്ലേ ഉസ്താദേ, വയസ്സിൽ ഒരിക്കലല്ലേ ഉണ്ടാകൂ, ഒരിക്കലല്ല നിനക്ക് കയ്യാണെങ്കിൽ പിന്നെയും നീ കെട്ടിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരിക്കലാണെങ്കിൽ 2 തവണയാണെങ്കിലും 10 തവണയാണെങ്കിലും കയ്യിനും കാലിനും പുരുഷൻ മൈലാഞ്ചി ഇടാൻ പാടില്ല. അത് വൻകുറ്റമാണ്, അനാചാരമാണ്. എന്നാ ഉസ്താദെ എന്റെ പേരും അവളെ പേരും ഒന്ന് ചുരുങ്ങിയ ഭാഷയിൽ എഴുതിക്കൂടെ? ഹറാമിന് അങ്ങനെ ചുരുക്കമുണ്ടോ? ഹറാമിന് അങ്ങനെ വലുപ്പമുണ്ടോ? നീ അതൊരു ചെറിയ അക്ഷരത്തിന്റെ രൂപത്തിൽ പുള്ളിക്കുത്തായി വെച്ചാലും ആരാരും കാണാത്ത രൂപത്തിൽ കൈമടക്കി പിടിച്ചാലും എഴുതിയിട്ടുണ്ടോ? ഹറാമാണ്, വൻകുറ്റമാണ്, അനാചാരമാണ്. കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കരുത്. പുരുഷന്മാർക്കത് പാടില്ല. അത് സ്ത്രീകൾക്കുള്ള ഭംഗിയാണ്, ഇസ്ലാം അനുവദിക്കപ്പെട്ട ഭംഗിയാണ്. സ്ത്രീകൾക്ക് തന്നെ എല്ലാവർക്കും ഇല്ല സഹോദരങ്ങളെ. ഇരിക്കുന്ന പെണ്ണിന് മൈലാഞ്ചി ഇടാൻ പറ്റൂല. ഇരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ അവർക്ക് മൈലാഞ്ചി തേച്ച് ഭംഗി കൂട്ടാൻ പറ്റൂല. അതേപോലെ തന്നെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിലും വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്കും മൈലാഞ്ചി ഇടുന്നത് കറാഹത്താണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, വയുന്ദബുലിൽ മുതസവ്വിജ വയുക്റഹു ലിൽ ഖലിയാ. ഞാൻ എന്റെ വക പറയുകയല്ല, എന്റെ വക പറയാ ഞാനും ആരുമല്ല, ഞാനൊരു മുത്തഅല്ലിമാണ്. മുതസവ്വിജത്തിനാണ് അത് സുന്നത്ത്. അതേ സമയത്ത് കല്യാണം നടക്കുമ്പോൾ ഒരു അനാചാരം നടക്കാറുണ്ട്. 10,000 രൂപക്ക് മൈലാഞ്ചിക്കെട്ട്. നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യങ്ങൾ പഠിക്കണം. ഉണ്ടെങ്കിലും തുടരാനല്ല നിർത്താനാ പറയുന്നത്. 10,000 കണക്കിന് രൂപ കൊടുത്തൊരു മൈലാഞ്ചിക്കെട്ട്. മൈലാഞ്ചി കല്യാണത്തിൽ ആരൊക്കെയാണ് മൈലാഞ്ചി ഇടുന്നത്? അനാചാരമാണ് നമ്മൾ വളർത്തുന്നത്. വിവാഹിതരായ സ്ത്രീകളാണോ മൈലാഞ്ചി ഇടുന്നത്? അൽഹംദുലില്ലാ, സുന്നത്താണ്. ആ സുന്നത്തിന് ഒരുപാട് കൂലി നമുക്ക് ലഭിക്കുന്നതാണ്. മൈലാഞ്ചി വാങ്ങിക്കൊടുത്തോളൂ. അതേ സമയത്ത് മൈലാഞ്ചി തേച്ചിട്ട് രാത്രിയും പകലും ഒക്കെ വിശ്രമിക്കുന്നത് വിവാഹിതരല്ല, അവിവാഹിതകളാണോ? നമ്മുടെ കാശ് കൊണ്ട് നമ്മൾ നടത്തിയത് അനാചാരമാണ്, അധർമ്മമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാശിനെ പറ്റിയും ചോദിക്കുമെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരെ, ഡൈ ചെയ്യുന്ന ആളുകളോട് മറ്റൊന്നുകൂടി പറയട്ടെ. ഡൈ വിവിധ രൂപത്തിലുണ്ട്. ഞാനത് തേച്ച് പഠിച്ചിട്ട് പറഞ്ഞതല്ല, വിവരം പലരോടും അന്വേഷിച്ചിട്ട് പറയുന്നതാണ്. തേച്ച് പറയാൻ പറ്റൊരു വിഷയമല്ലല്ലോ അത്. ഉസ്താദേ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാ വിവരം കിട്ടും. ഡൈ ചെയ്യുന്ന ആളോട് ചോദിച്ചു, എല്ലാ ഡൈയുമാക്കും ഇരിക്കുന്ന കുപ്പിയൊക്കെ ഒരുപോലെയാണോ? അല്ല ഉസ്താദേ, ഈ ഇരിക്കുന്ന കുപ്പിയിലുള്ള തേച്ചാൽ 400 രൂപയാണ്. അതെത്ര ദിവസം കിട്ടും? അത് 2-3 ദിവസം കിട്ടും. ആ തേച്ച എണ്ണയിലേക്ക്, ആ തേച്ച ചായത്തിലേക്ക് വെള്ളം ചേരുമോ? ചേരുക പ്രയാസമാണ്, കട്ടി കൂടുതലാണ്. 5 ദിവസം 7 ദിവസമൊക്കെ നിലനിൽക്കുന്നത് അപ്പുറത്ത് വില കൂടിയതുണ്ട്. 1000, 1500-തൊക്കെയുണ്ട്. ഒക്കെ ബോർഡിൽ പരസ്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ തേച്ചാലോ ജനാബത്ത് ഉയരൂല, വുളു ശരിയാകൂല. നമ്മൾ നിസ്കരിച്ചിട്ടെന്താ, നോമ്പ് നോറ്റിട്ടെന്താ, ഖുർആൻ ഓതിയിട്ടെന്താ? ത്വഹാറത്ത് തന്നെ ഇല്ലാതെ നമ്മൾ ജീവിച്ചിട്ടെന്താണ്? ശുദ്ധി വേണ്ടേ സഹോദരങ്ങളെ? ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. ശുദ്ധി പാലിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നല്ലേ? അതിന് ശുദ്ധിക്ക് തടസ്സമാകുന്ന ഈ രൂപത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചാല്, ചായങ്ങൾ പുരട്ടിയാല്, വുളൂഇന്റെ അവയവങ്ങളിലേക്ക് വെള്ളം ചേരാതിരുന്നാല് തലതട വേണ്ടതില്ലേ? കുളിക്കുമ്പോ തല കഴുകേണ്ടതില്ലേ? വെള്ളം ചേരാതിരിക്കുമ്പോ ജനാബത്ത് എങ്ങനെ ഉയരാനാണ്? വെള്ളം അതിന്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു പോകുന്നു. താളിയോലകളിൽ വെള്ളം തേക്കുന്നത് പോലെ, വെള്ളം ഒഴിക്കുന്നത് പോലെ മുകളിൽ തട്ടി തായോട്ടങ്ങ് പോകുന്നു. ഉള്ളിലേക്ക് വെള്ളം ചേരുന്നില്ല. പുരുഷന്മാരും ശ്രദ്ധിക്കണം, സ്ത്രീകളും ശ്രദ്ധിക്കണം. കറുത്ത ചായം കൊടുക്കുന്ന പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും ഉണ്ട്. എല്ലാവർക്കും വിഷയം വിധി ഒന്ന് തന്നെയാണ്. പുരുഷന്മാർക്ക് മാത്രമാണ് കറുപ്പ് തേക്കുന്ന ഹറാം എന്ന് കരുതരുത്, വൻകുറ്റം എന്ന് എഴുതരുത്. സ്ത്രീകൾക്കും തത്തുല്യ നിയമം തന്നെയാണ്. എല്ലാവർക്കും സുന്നത്തായത് മൈലാഞ്ചിടലാണ്. അതിനൊരുക്കമുണ്ടോ? അത് വലിയൊരു സുന്നത്താണ്. സ്വഹാബിമാര്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള് നിലനിർത്തി പോകുന്നൊരു സുന്നത്താണത്. ഇരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അനാചാരമാണ്.